ചാനലുകാര് വരുന്ന കണ്ട നാട്ടുകാർ മുഴുവൻ അറിയല്ലോ. ഒന്നുമില്ല, നീ കാരണമാണ് ഇത് അത്ര ഉണ്ടായത്. പൊന്നുപോലെ നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊയ്ക്കോന്ന്. വേണ്ട, പോണ്ട, ഇവിടെ നിന്നോ. ചാനലുകാർ ഒന്ന് മുഖമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോ നാളെ തലയിൽ തുണിയിട്ട് ഇങ്ങനെ TV-യിൽ കൂടെ കാണാം. യവന് കുഴപ്പമില്ല. യവ ഏതെങ്കിലും പോസ്റ്റിന്റെ മണ്ടേ കയറി ഇരുന്ന് കണക്ഷൻ കൊടുത്തോണ്ടിരിക്കും. വിട്ടിട്ട് വേണ്ട പോവാൻ. ഇനി വിട്ടിട്ട് വേണ്ടേ. നമസ്കാരം. ഒരു മിനിറ്റ്. സംഭവം നടന്നത് ഈ കാണുന്ന തോട്ടത്തിലാണ്, ചീരത്തോട്ടത്തിൽ. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നാരായണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ചിരപരിചിതനായ ഒരു വ്യക്തി മരുന്നടിച്ചുകൊണ്ട് നിൽക്കുകയും പെട്ടെന്ന് മൂക്കിലേക്ക് അദ്ദേഹം ശ്വസിച്ച് മലർന്നടിച്ച് വീണ് മരിക്കുകയും മലർന്ന് വീണ് മരിക്കുകയുമായിരുന്നു. മാരകമായ വിഷമാണ് വർഷങ്ങളായിട്ട് ഇവൻ ഈ തോട്ടത്തിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാമോ, മാരകം എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് ഇവിടെ മരിച്ചതെന്നറിയാമോ? മോള് കണ്ട എൻ്റെ ഈ കാല് ഞാൻ അറിയാതെ യവൻ്റെ ചീര വാച്ച് തിന്നതിൽ വലിച്ചതാണ്. ഇനി മുറിച്ചു കളയണം. എത്ര കുടുംബങ്ങളാണ് അനാഥമായെന്നറിയാമോ? യവൻ പെണ്ണ് കെട്ടിയിട്ടില്ല. യവന് പെണ്ണ് കിട്ടാത്തത് കൊണ്ട് യവൻ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള കുടുംബത്തിലുള്ള എത്ര പേര് മരിച്ചാലും അവന് സന്തോഷമായിട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളത് തന്നെ പറയുന്നത്. എടാ, നിന്റെ അമ്മ മാരകമായ വിഷം തന്നെ അടിച്ചിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഒരുത്തൻ ഇപ്പൊ ചാവാൻ കിടക്കുന്നത് അവിടെ. ഒരുത്തൻ മരണാസനായിട്ട് കിടക്കുകയാണ് അവിടെ. ഏത് നിമിഷവും എന്ത് സംഭവിക്കും അത് മാത്രമാണോ? ഒന്നു മുന്നേ ഇവിടുത്തെ ഈ തോട്ടത്തിലടിക്കുന്ന മരുന്ന് ഈ തോട്ടിലൂടെ ഒഴുകി കുളത്തിലും ആറ്റിലും കായലിലും ഒക്കെ ചെല്ലും. ഞാൻ നിൽക്കുന്നു അഴകേശൻ. ഒരു കാര്യം കൂടെ ഉണ്ട്. ചെന്നിട്ട് അവിടുത്തെ മീനുകളെല്ലാം ചത്തും മലച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. ഇപ്പൊ യവനെ തെളിവോടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചു. യവനാണ് അഴകേശൻ. ഇതിന്റെ ഒടേക്കാരൻ അഴകേശൻ. ഇതായിരിക്കുന്നത് യവൻ തന്നെ. ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തിട്ടിരിക്കുന്നു ഇവിടെ. വളരെ സംഘർഷാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിന് മാത്രം സ്വന്തം. അതിൽ വിഷം തെളിയിക്കുന്ന കൊടും ഭീകരതയും നിങ്ങൾ മാറുന്നില്ല. ആശുപത്രി നാളെ വരുന്നു. ആശുപത്രി പോയ സന്തോഷം എന്തായി? പോസ്റ്റ്മോർട്ടം ഇപ്പൊ കഴിഞ്ഞില്ല. നാരായണേട്ടന് ഒരു കുഴപ്പമില്ല. നാരായണേട്ടൻ പ്രഷർ കുറഞ്ഞതാ. കുറവുണ്ട്, സുഖമായിട്ട് കിടപ്പുണ്ട്. വാർഡിലേക്ക് മാറ്റി. അതെ, ഈ പ്രഷർ ഉള്ളവരൊക്കെ ഇവിടത്തേക്ക് ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ ആഹാര സമയത്ത് കഴിച്ചില്ലെങ്കിൽ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ജോലി ഉണ്ടെങ്കിൽ തലയിറങ്ങി വീഴും. അത് സ്വാഭാവികമാണ്. അതിന് ഈ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ഒരു മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കണം, നിങ്ങൾ പ്രായമായ ഒരു മനുഷ്യല്ലേ? നിങ്ങളുടെ പ്രായമുള്ള ഒരാളല്ലേ? ഒരു ആപത്ത് വരുന്ന സമയത്ത് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്? അതാ ഇല്ലാത്ത നിങ്ങൾ വരുത്തി ആളുകൾ വിളിച്ചു വിട്ടാണ് വേണ്ടത്. എന്നാലേ ഈ ജോലിക്കാരെ വിളിച്ച ആഹാരം വാങ്ങിച്ചു കൊടുക്കണ്ടേ? അങ്ങനത്തെ മനുഷ്യത്വം ഇല്ലാത്തതാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, പോയി കാര്യം മനസ്സിലായല്ലോ. ആഹാരം ആധാരമൊക്കെ ഇരിക്കട്ടെ. ചാനലറി തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനലുകൾ ആൾക്കാർ തുറന്നു വെക്കുന്നത് നല്ല വാർത്തകൾ കേൾക്കാനായിട്ടാണ്, സത്യസന്ധമായ വാർത്ത കേൾക്കാനാണ്. എന്തെങ്കിലും കേട്ട് ഉടനെ ചാടിപ്പിടച്ച് വന്നിട്ട് നിങ്ങളെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്ന ഒരു നല്ല രീതിയല്ല. ഞങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുക, ഊതി വീർപ്പിച്ച് പറയുക. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ഇവിടെ എന്തുണ്ടായിട്ടാണ് നിങ്ങൾ ഓടി വന്നത്? ഇതിന്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ചായിരുന്നു. ഒന്നും അറിഞ്ഞില്ല. ആരോ വിളിച്ച് പറഞ്ഞു, ഉടനെ ചാടി വന്നു, ഉടനെ റെക്കോർഡ് ചെയ്യുന്നു, ഉടനെ ടെലികാസ്റ്റ് ചെയ്യുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ നിന്നൊക്കെ നല്ല വാർത്തകളാണ്, നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പോയി സന്തോഷമുണ്ട്. പേടിച്ചു പോയടാ മാമൻ. സാരല്ല. കനകാജി വന്നില്ലെങ്കിണ്ടല്ലോ, ആ തെണ്ടിയുടെ വാക്ക് കേട്ടിട്ട് എല്ലാവരും കൂടി മാമനെ ഇവിടെ തല്ലി കൊന്നേ. ഒന്നുമില്ല, കറക്റ്റ് സമയത്ത് വന്നോണ്ടോ ഞാൻ രക്ഷപ്പെട്ട്. നമ്മളെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? എന്റെ കനക ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ടല്ലോ. എന്നിട്ട് അങ്ങനല്ലല്ലോ പറഞ്ഞത്. ക്ലീറ്റോ ചേട്ടൻ വന്നാലേ ഇവിടെ എന്തെങ്കിലും നടക്കൂടാന്നല്ല പറഞ്ഞത്. അത് പിന്നെ എല്ലാവരും കൂടിയിട്ട് തല്ലാൻ വന്നപ്പോ ഒരു ധൈര്യത്തിന് ക്ലീറ്റസും കൂടി ഉണ്ടെങ്കിൽ നന്നായി എന്ന് പറഞ്ഞു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ക്ലീറ്റസ് വന്നിട്ട് എന്ത് ചെയ്യാനാ? അവനൊരു ചുക്കും ചെയ്യില്ല. അതൊക്കെ എന്റെ കനകൻ.
പട്ടാളക്കാരന്റെ ബ്ലഡ് അവന്റെ ശരീരത്തില്. അമ്മാമന് വേണ്ടി 100 ആള് വന്നാലും അവ ഒറ്റയ്ക്ക് വരുന്നു. എനിക്കിവ മതി. ഇതായിട്ടാ ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ, അമ്മാവന്റെ സ്വഭാവം ഓന്തമ്മാവൻ.